ഇന്ന് CSIR നെറ്റിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താണ് ഈ CSIR നെറ്റ് എക്സാം? എന്തിനു വേണ്ടിയിട്ട് അത് എഴുതുന്നത്? ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗവൺമെന്റ് ജോലിയാണ് ആവശ്യം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അവർക്ക് ഉപയോഗമാണോ CSIR നെറ്റ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ. സോ CSIR നെറ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ തന്നെ എന്താ CSIR JRF നെറ്റ് എന്നാണ് നമ്മൾ കാണാറുള്ളത്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ എന്താണ് JRF? JRF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആണ്. ഈ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഒരു സയൻസ് സ്ട്രീമിലോ അല്ലെങ്കിൽ അതർ സ്ട്രീം ആയിക്കോട്ടെ, ഏത് സ്ട്രീം ആയാലും കുഴപ്പമില്ല. ഇപ്പൊ ലൈഫ് സയൻസ് ആയാലോ, ഇനിയിപ്പോ ബേസിക് സയൻസ് ആയാലോ, ഇനിയിപ്പോ ഞാൻ പറയാം മലയാളം, ഇംഗ്ലീഷ്, അതായത് ലാംഗ്വേജസ് ആയാലോ, ഏത് ആളുകളായാലും നിങ്ങൾക്ക് എന്ത് വേണം വെച്ചാൽ ഒരു എൻട്രൻസ് എഴുതിയാലാണ് PhDക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ഇപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇപ്പൊ PG കഴിഞ്ഞിട്ട് ആ പേപ്പേഴ്സ് തന്നെ നിങ്ങൾ MSc ചെയ്ത പേപ്പേഴ്സ് തന്നെ PhD ആയി കൺവേർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. ചിലപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന് ഫെലോഷിപ്പ് കൊടുക്കുന്നുണ്ടാവും. മേ ബി ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫെലോഷിപ്പുകൾ ഉണ്ട്. ഓക്കെ, അതിൽ ചില കുട്ടികൾ ഗേറ്റ് ക്വാളിഫൈഡ് ആയിട്ട് നേരിട്ട് PhDക്ക് ജോയിൻ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുണ്ട്. ബട്ട് JRFന് എന്താ പ്രത്യേകത വെച്ചാൽ ഇതൊരു ഫെലോഷിപ്പ് ഞാൻ ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ 2 ഇയേഴ്സ് ഒരു 35,000 ആണ് ഇതിനുള്ളത്. ദെൻ 2 ഇയേഴ്സ് കഴിയുമ്പോൾ അതിന് ഇൻക്രിമെന്റ് വരികയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല JRF ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ 3 ഇയർ കൊണ്ടാണ് നമ്മളൊരു എൻട്രൻസ്. JRF ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ 3 ഇയേഴ്സ് ആണ് അതിന്റെ വാലിഡിറ്റി വരുന്നത്. സോ ഈ 3 ഇയേഴ്സിന്റെ ഉള്ളിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, എവിടെയെങ്കിലും കയറേണ്ടി വരിക. അതാണ് ഇതിലൊരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുക. കാരണം JRF ക്വാളിഫൈഡ് ആയാലും ഒരു 3 ഇയേഴ്സേ നമുക്ക് അതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു റാങ്ക് വെച്ചിട്ട് അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു എൻട്രൻസ് അതിലേതെങ്കിലും ഒരു PhD സെന്റർ നമ്മൾ കണ്ടെത്തണം. സോ ഇൻട്രസ്റ്റ് PhDയിലേക്ക് ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു മേഖലയാണ് എന്ത് CSIR നെറ്റ്. ഏറ്റവും നല്ലൊരു മേഖലയാണ് CSIR JRF. അതായത് CSIRൽ JRF എടുക്കുക. അതായത് നമ്മൾ എക്സാം എഴുതിയിട്ട് ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് വരണം. ടോപ്പ് റാങ്ക് എന്നൊക്കെ പറയുമ്പോൾ ടോപ്പ് മാർക്ക് ഒരു 100ന് എബോവ് വന്ന ഒരു കട്ട് ഓഫിൽ എന്തായാലും അവർ പറയും JRFൽ ഇത്ര എന്നുള്ളത്. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ടോപ്പ് റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല നല്ല സ്ഥലങ്ങളിൽ നമുക്ക് ഓൾ ഇന്ത്യയിൽ നമുക്ക് എവിടെയൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻട്രസ്റ്റ് ഇല്ല, PhDക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഞങ്ങൾക്ക് PhDക്ക് താല്പര്യം ഇല്ലാത്തവർക്ക് അടുത്തൊരു ഓപ്ഷനാണ് എന്ത് ലെക്ചർഷിപ്പ് ഓർ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി. അതായത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും PhD ചെയ്താലും കയറാനും. ബട്ട് അതല്ല, CSIR നെറ്റ് എക്സാമിന്റെ കൂടെ നമ്മളൊരു ലെക്ചർഷിപ്പിന്റെ എക്സാമും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ്. കാരണം ഫസ്റ്റത്തെ മാർക്കൊക്കെ നമുക്ക് എന്താ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ വേണ്ടി, അതായത് LS എന്ന് പറയും, LSLക്ക് ഉള്ളതും സെക്കൻഡ് കട്ട് ഓഫ് വരുമ്പോഴാണ് JRF കട്ട് ഓഫ് ആയിട്ട് കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ PhD ചെയ്യാൻ താല്പര്യമില്ല, കോളേജിൽ പഠിപ്പിക്കാനാണ് താല്പര്യം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രീമിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ലെക്ചർഷിപ്പ്. സോ CSIR നെറ്റ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് JRF വേണ്ട, PhDക്ക് താല്പര്യമില്ല, ആദ്യം ഒരു ജോലിയാണെങ്കിൽ നമുക്ക് നേരെ അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെങ്കിൽ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ആവാം. അത് പെട്ടെന്ന് ആവാൻ പറ്റില്ല. നെറ്റ് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ കുറെ ക്രൈറ്റീരിയാസ് ഉണ്ടെങ്കിലും നെറ്റ് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ ചില ആളുകൾ എന്ത് ചെയ്യും, ഇതിപ്പോ നെറ്റ് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞുള്ള കാര്യം ഞാൻ പറയുന്നത്. ചില ആളുകൾ എന്താ PhD ജോയിൻ ചെയ്തിട്ടും അസിസ്റ്റന്റ് പ്രൊഫസർ ആവാറുണ്ട്. അപ്പോൾ ഇപ്പൊ എന്താ വെച്ചാൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഓരോ പോയിന്റ്സ് വെക്കും, മേ ബി PhD വേണം. സോ ഇപ്പൊ നിർബന്ധമായിട്ടും കുറെ PhD ഉള്ളവരെയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ നോർമലി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കോളേജിലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ധാരാളമാണ് LS എടുത്താൽ മതി. ഇനി ഈ LS വെച്ചിട്ട് വല്ല ഗവൺമെന്റ് ജോലിക്കൊക്കെ പോകാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറ്റും. അതായത് ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് ബേസ്ഡ് എക്സാംസ് ഇപ്പൊ കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസറിനെ വിളിക്കും. ഇതുപോലെ ഓരോ സ്റ്റേറ്റിൽ അവരുടെ PSCയുടെ അണ്ടറിലുള്ള എക്സാംസ് വിളിക്കുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് കയറാൻ പറ്റും കേട്ടോ. അതായത് ഗവൺമെന്റ് ജോലിയിൽ കയറാൻ പറ്റും, അതായത് ലെക്ചർഷിപ്പോട് കൂടിയിട്ട്. അല്ലാതെ വേറെ ഇപ്പൊ നിങ്ങളൊരു അതായത് ആകെ കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞാൽ കേരള PSCയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് നമുക്ക് ഒരു CSIR നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക്. അതർവൈസ് നമ്മളിപ്പോൾ വിചാരിക്കുന്ന പോലെ SSC അല്ലെങ്കിൽ റെയിൽവേയിൽ അല്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെന്റിലൊന്നും നമുക്ക് ഇത് വെച്ച് കയറാൻ പറ്റില്ല. നമുക്ക് ഓൺലി ടീച്ചിങ് അല്ലെങ്കിൽ PhD, ഈ 2 കാര്യങ്ങൾക്കേ പറ്റുള്ളൂ. പിന്നെ ഗവൺമെന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും നമുക്ക് അപ്ലിക്കേഷൻസ് കൊടുക്കാൻ പറ്റും. അതായത് ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഇപ്പൊ ISRO പോലെയുള്ള ഒരു മാർക്കിലേക്കൊക്കെ നമുക്ക് എന്താ കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റി അല്ലാതെ മറ്റ് എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞത് നോർമൽ ഗവൺമെന്റ് എക്സാംസിലേക്കൊന്നും നമുക്ക് എൻട്രിങ് ഇല്ല. അത് എപ്പോഴും ഓർത്ത് വെക്കാം. നമുക്ക് ആകെ കരിയർ എന്ന് പറയുന്നത് ഒന്നുകിൽ PhD അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള രീതിയിൽ നമുക്ക് കയറാനേ പറ്റുള്ളൂ. ഇത് ഗവൺമെന്റിൽ നമുക്ക് കാണാൻ പറ്റും. സോ CSIR എക്സാമിന് ഇപ്രാവശ്യത്തെ ഒരു 2024 പേപ്പേഴ്സ് ഒക്കെ എടുത്ത് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാറ്റഗറി 1, 2, 3 ഇങ്ങനെ 3 കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ സപ്പോസ് നെറ്റ് മിക്ക ആളുകൾക്കും
നെറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ പറയും. ബട്ട് ഇപ്പോൾ കാറ്റഗറി 3 കാറ്റഗറി ഉള്ളതുകൊണ്ട് ആദ്യത്തെ കാറ്റഗറിയിൽ എന്താ വെച്ചാൽ ഓൺലി PhD, അതായത് അത് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ PhDക്ക് എൻട്രൻസ് കയറാൻ പറ്റും. ബട്ട് അസിസ്റ്റന്റ് പ്രൊഫസറിന് ചിലപ്പോൾ ഇപ്പം അത് ചില കോളേജുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട്, കാരണം അത് ക്വാളിഫൈഡ് ആണെങ്കിൽ. ബട്ട് ആദ്യത്തെ 2 കാറ്റഗറി, അതായത് ആദ്യത്തെ കാറ്റഗറി PhD ആണ്, രണ്ടാമത്തെ കാറ്റഗറി നെറ്റ് ആണ്, മൂന്നാമത്തെ കാറ്റഗറിയാണ് JRF. സോ PhDക്ക് ഒന്നും കൂടി ഇളവുണ്ട്, കാരണം JRFിലേക്ക് എത്താൻ ബുദ്ധിമുട്ടും നെറ്റിൽ നിൽക്കുന്നവരും ഉണ്ടാവുമല്ലോ. സോ JRFനെ ഏകദേശം കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ മൂന്നാമത്തെ കാറ്റഗറി നെറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ അത് ക്വാളിഫൈഡ് ആയാലും നിങ്ങൾക്ക് റിസർച്ച് ഏരിയയിലേക്ക് പോകാം. അതായത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ റിസർച്ചിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പോകണമെങ്കിൽ, അതായത് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് പോകണമെങ്കിൽ അങ്ങനെയാണ്. അത് നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അപ്പോൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്, റിസർച്ച് ഏരിയയും അസിസ്റ്റന്റ് പ്രൊഫസറും. അതർവൈസ് നമുക്ക് എന്താ വെച്ചാൽ ഇതെന്ന് പറയുന്നത് JRF മറ്റ് PhD എൻട്രൻസ് എക്സാംസിനേക്കാളും ഒന്നും കൂടി ഫെലോഷിപ്പുകളും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തിരഞ്ഞെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി വളരെ കൂടുതലാണ് കേട്ടോ. ഓക്കെ.